പൊല്യൂഷൻ ഡ്യൂ ടു പ്ലാസ്റ്റിക്. ആദ്യകാലങ്ങളിൽ അത്ഭുത വസ്തുവായി പരിഗണിച്ചിരുന്ന പ്ലാസ്റ്റിക് ഇന്ന് പരക്കെ ഒഴിവാക്കപ്പെടേണ്ട ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. ലോകവ്യാപകമായി തന്നെ പ്ലാസ്റ്റിക്കുകളുടെ ഉൽപ്പാദനത്തിനും ഉപയോഗത്തിനും ചില നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. ആശുപത്രികൾ, മൃഗശാലകൾ, പൊതുസ്ഥലങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കാനുള്ള നടപടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് നിങ്ങൾക്കും അറിയാമല്ലോ. ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവയ്ക്ക് മറ്റു വസ്തുക്കളെ പോലെ ഡീഗ്രഡേഷൻ അഥവാ ബയോഡീഗ്രഡേഷൻ നടക്കുന്നില്ല എന്നതുകൊണ്ടാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ധാരാളം ഉപയോഗങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ലൈക്ക് ഫോറസ്റ്റ് കൺസർവേഷൻ, ഹൗസ് ഹോൾഡ് യൂട്ടിലിറ്റി, ഹെൽത്ത്, കൺസ്ട്രക്ഷൻ മുതലായവ. യഥാർത്ഥത്തിൽ കുറ്റവാളി പ്ലാസ്റ്റിക്കോ അതിൻ്റെ തെറ്റായ ഉപയോഗമോ? പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അവോയ്ഡ് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ്. ഡ്യൂറിങ് ഫങ്ഷൻസ് യൂസ് ഗ്ലാസ് or ceramic or steel utensils or natural substance. Use paper, cloth and plant material instead of plastic for decorations. Let us practice the 4 R's. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം ഒഴിവാക്കാനും 4R ശീലിക്കാം. എന്താണ് 4R? റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ് ആൻഡ് റീസൈക്കിൾ. അതായത് ഉപയോഗം കുറയ്ക്കുക, ഉപയോഗിച്ചവ വീണ്ടും ഉപയോഗിക്കുക, നൽകാതിരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക, അതോടൊപ്പം ശരിയാക്കിയെടുക്കുക തുടങ്ങിയവയാണ് 4R കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് ആൻഡ് മൈക്രോൺ. പ്ലാസ്റ്റിക്കുകളുടെ തിക്നെസ് മൈക്രോൺ യൂണിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 1 മൈക്രോൺ = 10⁻⁻6 മീറ്റർ ആണ്. 40 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്നതിനാൽ ഇവയുടെ ഉപയോഗം പലയിടത്തും നിയന്ത്രിച്ചിട്ടുണ്ട്. എനർജി ഫ്രം പ്ലാസ്റ്റിക്. പോളിത്തീൻ, പോളിപ്രോപ്പൈൻ മുതലായവ കൊണ്ട് നിർമ്മിക്കുന്ന ക്യാരി ബാഗുകൾ, ബോട്ടിലുകൾ എന്നിവയെ ഹൈ ടെമ്പറേച്ചറിൽ അതുപോലെ തന്നെ എക്സസ് എയറിൻ്റെ പ്രസൻസിൽ CO2-ൻ്റെയും H2O-ൻ്റെയും കൂടെ കത്തിച്ചാൽ ഹൈ എനർജി റിലീസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഹൈഡ്രോ കാർബൺ പോളിമറുകളെ ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ ഇൻ ആബ്സെൻസ് ഓഫ് എയർ ചൂടാക്കുമ്പോൾ പോളിമർ മോളിക്യൂളുകൾ ഡീകമ്പോസ് ചെയ്ത് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ ഇന്ധനമായി ഉപയോഗിക്കുവാൻ കഴിയും. ഈ വാതക ഇന്ധനം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട സംവിധാനം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. റീസൈക്ലിംഗ് സിംബൽസ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ റീസൈക്ലിംഗ് മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന് അവ ഏതു തരം പ്ലാസ്റ്റിക് ആണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിലേക്കായി വിവിധ പ്ലാസ്റ്റിക്കുകൾക്ക് റീസൈക്ലിംഗ് സിംബലുകൾ നൽകിയിട്ടുണ്ട്. ട്രയാങ്കിൾ ആരോസ് വിത്ത് നമ്പേഴ്സ് ഫ്രം 1 to 7 പ്രിന്റഡ് ഓൺ ദം ആർ യൂസ്ഡ് ആസ് സിംബൽസ്. ഇവയുടെ കുറച്ച് എക്സാമ്പിളുകളാണ് കൊടുത്തിരിക്കുന്നത്.